അന്വേഷിച്ചു പോയപ്പോൾ മാഗ്നസ് നടത്തിയിരിക്കുന്നത് വമ്പൻ തട്ടിപ്പാണ്. ഒരമ്മ പറയുന്ന വാക്കിൽ നിന്ന് നമുക്ക് ഇന്നത്തെ വാർത്ത ആരംഭിക്കാം. എന്താണ് നിങ്ങളല്ലേ മിസ്സേ പറഞ്ഞത് 1,86,000 കഴിഞ്ഞ മാസം ക്ലോസ് ആയെന്ന് ബിലാലിന്റെ അടുത്തും എന്റെ അടുത്തും പറഞ്ഞല്ലേ? പറഞ്ഞു മാം. ഫീസ് എല്ലാം കംപ്ലീറ്റ് ആയെന്ന് കഴിഞ്ഞ മാസം നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞതല്ലേ? അവർ പറയുന്നത് സ്പഷ്ടമാണ്. അവരുടെ മകനെ ആത്മഹത്യയുടെ വക്കിലേക്ക് ഈ മാഗ്നസ് തള്ളിയിട്ടു. അവരുടെ കയ്യിൽ നിന്ന് 1,86,000 രൂപ ഫീസ് വാങ്ങി. അവരുടെ മകൻ്റെ പ്രായം കേട്ടാൽ ഇനിയുമുണ്ട് കുരുക്കുകൾ മാഗ്നസിനെ മുറുക്കുന്നതായി. 16 വയസ്സുള്ളപ്പോഴാണ് അവരുടെ മകൻ അവിടെ പഠിക്കാൻ ചേരുന്നത്. ഇപ്പോൾ 17 വയസ്സ്, പ്രായപൂർത്തി ആയിട്ടില്ല. ഇനി മാഗ്നസ് തയ്യാറാക്കിയ ഒരു കരാറുണ്ട്. 200 രൂപ പത്രത്തിലാണ് ഈ കരാർ തയ്യാറാക്കുന്നത്, ഒരു എഗ്രിമെൻ്റ്. ഈ എഗ്രിമെൻ്റ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമേ അല്ല, അതൊരു തൊഴിൽ കരാറാണ്. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള കരാറാണ്. അങ്ങനെയാണെങ്കിൽ ഈ 16കാരനെ എങ്ങനെ അവരവിടെ ജോലിക്ക് എടുക്കും? ബാലവേല. രക്ഷിതാക്കളുടെ പിന്തുണ, അത് രക്ഷിതാക്കളുടെ ഒപ്പം രക്ഷിതാക്കളും പേര് വെച്ചിട്ടുണ്ടല്ലോ. രക്ഷിതാക്കളുടെ പിന്തുണയുണ്ടെന്ന് വാദിച്ചാൽ പോലും കോടതിയിൽ മാഗ്നസിന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. 16കാരനെ ട്രെയിനിങ് എന്ന് പറഞ്ഞ് പിടിച്ചു കയറ്റി 1 വർഷവും, അതായത് 22 മാസം അവിടെ തൊഴിലെടുപ്പിക്കുക എന്ന അതിഗൂഢമായ കരാർ. ആ കരാറിൻ്റെ പേജുകളാണ് നിങ്ങൾ കാണുന്നത്. മലയാളത്തിലുള്ള ടെക്സ്റ്റും അതിനകത്ത് കാണാൻ പറ്റും, ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ പറയുന്നതനുസരിച്ച്, കരാർ അനുസരിച്ച് ഒരു ട്രെയിനിയായി ഒരാൾ കമ്പനിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, മാഗ്നസിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, പഠനമല്ല എന്നോർക്കണം, പഠിപ്പിക്കുന്നു എന്ന പേരിലാണ് ഇവർ ഫീസ് പിരിക്കുന്നത്. പക്ഷേ പഠനമല്ല, ട്രെയിനി ആയിട്ട് കയറി കഴിഞ്ഞാൽ അവർക്ക് 2,72,000 രൂപ ചെലവഴിക്കും. അക്കോമഡേഷൻ, ഫുഡ്, ടീ, അങ്ങനെ തുടങ്ങിയ എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുമെന്നാണ് ഈ കരാർ അനുസരിച്ച് പറയുന്നത്. 1 രൂപ പോലും കമ്പനി ചെലവഴിച്ചിട്ടില്ലെന്ന് പരാതിക്കാർ പറയുന്നു. ഇതിനു പുറമെ കമ്പനി 2,72,000 രൂപ ഈ ട്രെയിനിക്ക് വേണ്ടി ചെലവാക്കുകയാണെങ്കിൽ ട്രെയിനി എന്തിനാണ് ഫീസ് കൊടുക്കേണ്ടതെന്ന ഒരു ചോദ്യം നമുക്കുണ്ടാകും. 1,80,000 രൂപ ഫീസ് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇവർ ഫീസും വാങ്ങും. ചില ആളുകൾ, മഞ്ചേരിയിലാണ് ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് ഓഫീസ്, അവിടെയുള്ള കുറേ 1-2 വ്യക്തികൾ 999 രൂപയാണ് അഡ്മിഷൻ ഫീസ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റും അതിന് താഴെ കമൻറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കള്ളം പറയുകയാണെന്ന്. അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയുമല്ല ഞാൻ. കൃത്യം പഠിച്ച ശേഷമാണ് ഇത് പറയുന്നത്. അപ്പോൾ 5,000 രൂപയും 6,000 രൂപയും, 6 മാസത്തെ സ്റ്റൈഫൻഡ് 5,000 രൂപ, അതിന് ശേഷം 6,000 രൂപ, പിന്നെ 150 മൊബൈൽ ഫോണുകൾ കമ്പൽസറി ആയിട്ട് ശരിയാക്കിയിരിക്കണം. അതിനുശേഷം കിട്ടുന്ന മൊബൈലുകൾക്ക് 30 രൂപ ഇൻസെൻറ്റീവ് കൊടുക്കും. ഇതൊക്കെയാണ് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം. പിന്നെ ഈ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിൽ എവിടെയെങ്കിലും അവർ നിയമിക്കും, എംപ്ലോയർ നിങ്ങളെ കൊണ്ട് നിയമിക്കും. ഏതെങ്കിലും ഒരു ഷോപ്പിൽ, മാഗ്നസിൻ്റെ ഷോപ്പിൽ അല്ലെങ്കിൽ അവരുമായി ടൈപ്പുള്ള ഷോപ്പിൽ നിങ്ങളെ കൊണ്ട് നിയമിക്കും. അത് ഇന്ത്യയിൽ നിലവിലുള്ള തൊഴിലാളി വ്യവസ്ഥ അനുസരിച്ച് തെറ്റാണ്. കാരണം തൊഴിലാളിയോട് പറയണം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കമ്പനികളുള്ളത്, അവിടെയൊക്കെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടാൻ ഇടയുണ്ട് എന്ന് പറയണം. ആകെ നോക്കുമ്പോൾ ഒരു ഉഡായിപ്പ് കരാർ. ഇനി കരാർ ഒപ്പിടാൻ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നിർബന്ധിതരായത് എങ്ങനെയെന്ന് കൂടി നിങ്ങൾ അറിയണം. ഒരു രക്ഷിതാവ് പറഞ്ഞത് 10 മാസത്തെ കോഴ്സ് കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് വേണമല്ലോ. സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പിള്ളേരുടെ കയ്യിൽ നിന്ന് പിള്ളേരോട് ഈ മാഗ്നസ് പറഞ്ഞത്, നിങ്ങൾ മഞ്ചേരിയിൽ പോയാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. അതിന് ഇതിലൊക്കെ ഒന്ന് ഒപ്പിടണം, ഈ എഗ്രിമെൻറ്റിലൊക്കെ ഒന്ന് ഒപ്പിടണം. അങ്ങനെ ആണ് നിർബന്ധിപ്പിച്ചത്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ മഞ്ചേരിയിൽ പോകണം. മഞ്ചേരിയിൽ പോയി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ഇതിനകത്തൊന്ന് ഒപ്പിടണം. അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അതിമോഹപ്പെട്ട് നിൽക്കുന്ന കുട്ടികളൊക്കെ ഇതിനകത്ത് വീണുപോയി, എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടു. എഗ്രിമെൻറ്റ് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റിനെ കാണിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഒപ്പിടാൻ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തയ്യാറായത് എങ്കിൽ ഈ സ്ഥാപനത്തിൽ ഒരു കുട്ടി പോലും പഠിക്കുകയില്ല. കാരണം ഇത് ഉഡായിപ്പാണെന്നറിയാം. ഇനി ഈ രജിസ്റ്റർ, ഈ എഗ്രിമെൻറ്റ്, ഈ മുദ്രപത്രത്തിലെ എഗ്രിമെൻറ്റ് സാധുവാകണമെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണം. അത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തുകയ്ക്ക് അനുസൃതമായ മുദ്രപത്രമായിരിക്കണം. ഈ നിയമങ്ങളൊക്കെ എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാവുന്നതാണ്. ഇവിടെ 200 രൂപ പത്രം, 2,72,000 രൂപ കമ്പനി ചെലവഴിക്കുന്നു, 1,86,000 രൂപ കുട്ടികളിൽ നിന്ന് ഫീസായി ഈടാക്കുന്നു. പിന്നെ പിഴ എന്നൊരു വകുപ്പുണ്ട്, 86,000 രൂപയുടെ പിഴ വച്ചിട്ടുണ്ട്. പിഴയോട് പിഴയാണെല്ലാം.
അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ ഒരു 6-7 ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്നു ഈ മുദ്രപത്രത്തിൽ ഉൾപ്പെടുത്തുന്ന തുക. അതിനനുസരിച്ചുള്ള മുദ്രപത്രം വേണം. എന്നിട്ട് മുദ്രപത്രം സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യണം. ഇത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ കേസുമായി ഒരാൾ പോവുകയാണ്, എന്നെ എങ്ങനെ കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് കമ്പനിക്കെതിരെ ഒരാൾ കേസ് പോയി കഴിഞ്ഞാൽ മുദ്രപത്രം വാലിഡ് അല്ല എന്ന് പറഞ്ഞ്, അതായത് ഈ എഗ്രിമെൻറ്റ് വാലിഡ് അല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ ഈ കേസ് തള്ളിപ്പോകും. അതാണ് അവരുടെയും പ്ലാൻ. ഇതിനകത്ത് നിലനിൽക്കാൻ സാധ്യതയുള്ളത് ചീറ്റിംഗ്, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഈ കേസൊക്കെ ഈ കമ്പനിക്കെതിരെ നിലനിൽക്കും. പിന്നെ ഏറ്റവും വലിയ കാര്യം, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇമാതിരിയുള്ള തട്ടിപ്പ് ഉഡായിപ്പ് സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോകരുത്. ഇത് നിങ്ങൾ എവിടെ പോയാലും ഈ എഗ്രിമെൻ്റൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ ലോൺ ആപ്പുകളിലൊക്കെ ചെന്ന് ചാടിപ്പോയില്ലേ, ലോൺ ആപ്പുകൾ, അതൊക്കെ അത് കുനുകുനായി എഴുതിയ കുറേ പേപ്പറുകളിലൊക്കെ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. സ്വകാര്യ ബാങ്കിലായാലും എവിടെയാണെങ്കിലും കുറേ ഒപ്പിട്ട് കൊടുക്കും. അതിനുശേഷം ഈ ഒപ്പിൽ കുടുങ്ങിപ്പോകുന്നവരാണ് ജപ്തിയൊക്കെ വരുമ്പോൾ ആകെ ഞെട്ടിപ്പോകുന്നത്. കാരണം കാരണങ്ങൾ ഒരുപാടുണ്ട്, എല്ലാം നമ്മൾ എഗ്രി ചെയ്ത വസ്തുതകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഇമാതിരി മാഗ്നസ് പോലുള്ള തട്ടിപ്പ് സ്ഥാപനത്തിൽ പോയി പഠിക്കരുത്. അവൻ്റെ എഗ്രിമെൻ്റ് പോലും കള്ളമാണ്. അതൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട്. ആ അമ്മയുടെ നിലവിളിച്ചുള്ള കരച്ചിൽ നിങ്ങൾ കേട്ടതാണ്. സ്വന്തം മകനെ ആത്മഹത്യയുടെ പടുകുഴിയിലേക്ക് ആത്മഹത്യ പ്രേരണ നടത്തിയ ഒരു വൃത്തികെട്ട സ്ഥാപനമാണിത്. ഇവർ ഇതിന് ഉത്തരം പറയണം. നിയമവ്യവസ്ഥ ഇവരെ പിടികൂടും എന്ന ഉത്തമ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ ഈ വാർത്ത തുടരെ പഠിക്കുകയും അന്വേഷിക്കുകയും നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നത്.